ആ അമ്മ എന്തേ വൈകിയത്? ഒന്നുമില്ല, പണ്ടത്തെ പോലെ ഒന്നല്ല. ഇപ്പോ 26,000-നൊന്നും ആരും പൈസ ഒന്നും തരുന്നില്ല. ഞാൻ കുറേ വീഡിയോ പോയി. ചില ആൾക്കാർ 10 തരും, 20 തരും, 50 തരും, 100 തരുന്നവരിപ്പം വിരളാണ്. പണ്ടെന്ന് പറഞ്ഞാൽ നമ്മളെ കണ്ട് പോകുമ്പോഴത്തേന് ഓരോ മുതലാളിമാർ എടുത്ത് വെച്ചിട്ടുണ്ടാവും പൈസ. ഒക്കെ ചാരിറ്റി ഗ്രൂപ്പിക്കും അവർക്ക് പേരുണ്ടാക്കാനും വലിയ വലിയ പേരുണ്ടാക്കാനൊക്കെ പോകും. ആരെയും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളെ ഗതികേട് അതിപ്പോൾ മറ്റുള്ളവർക്ക് മനസ്സിലാക്കേണ്ട കാര്യമില്ലല്ലോ. ഒക്കെ ശരിയായിക്കോളും, ഞാനുണ്ടല്ലോ, എനിക്കെങ്കിലും ആരോഗ്യം ഉണ്ടല്ലോ. എൻ്റെ കുട്ടി നോമ്പ് നോറ്റിട്ട് ഞാൻ അവിടെയൊക്കെ നടന്ന് ഇപ്പൊ തന്നെ നല്ല ക്ഷീണം തോന്നുമ്പോ ബസ് സ്റ്റോപ്പിൽ ഇരിക്കാനുള്ള സ്ഥലത്തൊക്കെ പോയിരിക്കും. മരിച്ചാ മതിയായിരുന്നു. നിങ്ങളെന്തിനാ അങ്ങനെയൊക്കെ പറയുന്നത്? നിങ്ങള് മരിച്ച കുട്ടിക്കും എനിക്കും ആരുണ്ടാവുക? കുട്ടിയുടെ മുഖം കാണുമ്പോഴാ. നിങ്ങൾ എണീറ്റിരിക്ക്. മരുന്ന് കുടിച്ചിക്കണാ? എന്തിനാ മരുന്ന്? മരുന്ന് കുടിക്ക് പോയിട്ട്. എല്ലാ ആള് മരുന്നും കുടിച്ചിട്ടില്ലേ? ഞാൻ ഇവിടെ എടുത്ത് വെച്ചതായിരുന്നല്ലോ. ഞാൻ പിന്നെ എന്താണ് പിരിവിന് പോയിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ കൊണ്ടുവരണ എന്തിനാ? ഞങ്ങള് മരുന്നും കുടിക്കാതിരുന്നിട്ട്. ഒരു മരുന്നും വേണ്ട. നിങ്ങള് മരിച്ചാരുണ്ടാവുക? മതിയാക്കിയിട്ട് മരുന്നൊക്കെ അതേപോലെ ഇരിക്കുന്നുണ്ടാവും. ഞാൻ പോയിട്ട് വെള്ളം എടുത്തോണ്ടിട്ടെ. ഒന്നും വേണ്ട, മരുന്നൊന്നും വേണ്ട. ആ പാകത്തിന് എന്റെ കൂടെ കൂടിയോണ്ടല്ലേ ഇങ്ങനെ ഒരു ഗതി വന്നത്. എണീറ്റിരിക്കേ. നിങ്ങൾ ഓരോന്ന് ആലോചിക്കണ്ടിട്ടോ, അല്ലെങ്കിൽ തന്നെ ഡോക്ടർമാര് പറയുന്നുണ്ട് ഇത് അസുഖത്തിനെക്കാട്ടി കൂടുതൽ മാനസിക പ്രശ്നമാണ്. ഒരു കാര്യം ചോദിച്ചാ സത്യം പറയോ? അനക്കിനോട് വെറുപ്പുണ്ടോ? എന്തിന്? ദേഷ്യമുണ്ടോ? എന്റെ ജീവിതം കൂടി ഞാൻ ഇല്ലാണ്ടാക്കി. എന്നോടുള്ള ഇഷ്ടം കൊണ്ടല്ലേ ഞാൻ എന്നെ കൂട്ടിക്കൊണ്ടു. അതിന്റെ പേരില് എന്റെ പേരക്കാർക്കും വേണ്ടാതായി, എന്റെ പേരക്കാർക്കും വേണ്ടാതായി. സത്യം പറഞ്ഞാല് അവരെല്ലാരും കൂടി പ്രാക്കാണ് ഇക്കാരോ ഞമ്മക്ക് ഇങ്ങനത്തെ വിദ്യ വന്നിട്ടുണ്ടാവും. അങ്ങനെയും പറയാം. എല്ലാരും ഇഷ്ടപ്പെടാതെ തന്നിഷ്ടത്തിന് ഓടിപ്പോന്നതല്ലേ. എല്ലാരോടും സമ്മതം ചോദിച്ചതല്ലേ. ആർക്കും അപ്പോ താല്പര്യമില്ല. അന്നേം കൊണ്ട് അവിടെ നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ എന്നെ നാട്ടിൽ വന്ന് നിൽക്കേണ്ടി വന്നത്. അതിപ്പോ അതാ ഞാൻ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. ഇങ്ങനെ ജീവിക്കണേലും കൂടിയിട്ട് നമുക്ക് മൂന്നാക്കും കൂടി പോയാലോ? നിങ്ങൾ ഇങ്ങനൊന്നും പറയല്ലേ. എത്രയോ തളർന്ന് കിടക്കുന്ന ആൾക്കാർ എണീറ്റ് വരുന്നുണ്ട്. എത്ര ആൾക്കാർക്ക് അസുഖം മാറുന്നുണ്ട്. ക്യാൻസർ വരെ ഇപ്പൊ മാറുന്നുണ്ട്. ഇതിപ്പോ നമ്മൾ ആയുർവേദം കാണിച്ചപ്പോ ഒരു സുഖാക്കി തരാന്ന് പറഞ്ഞതല്ലേ. പിന്നെ നിങ്ങൾക്ക് അത്ര വലിയ വയസ്സൊന്നും ഇല്ലാത്ത കാരണം വേഗം എണീറ്റ് നടക്കാൻ പറ്റുന്നുണ്ടാവും. അതുവരെ ഞാൻ എങ്ങനെങ്കിലൊക്കെ അധ്വാനിച്ചിട്ട് കൊടുന്നേരാം. ആ കുട്ടീന്റെ മുഖത്ത് നോക്കിട്ട് ഓരോന്ന് പറയാൻ നിൽക്കല്ലേ. ഇനിയും ഇട്ടിട്ട് നിങ്ങൾക്ക് ഒറ്റക്ക് പോവാൻ പറ്റുമോ? എന്താ ചെയ്യാ? മോനെ മോനെ ഇത്ര ഭാഗ്യമില്ലാത്തൊരു മോനായല്ലോടായി. കുട്ടീനൊന്ന് എടുക്കാൻ പോലും എന്തൊക്കെ മോഹങ്ങളുണ്ടാവും എന്റെ കുട്ടിക്ക്.
എന്തൊക്കെ വാങ്ങിക്കൊടുക്കാനുള്ള സ്വപ്നങ്ങളുണ്ടായിരുന്നു എനിക്ക്. ഇങ്ങനെ നോക്കി കാണാന്നല്ലാതെ മോ അല്ലാ, ആർക്കും ഇങ്ങനെ ഒരു വിധി കൊടുക്കല്ലേ. ശത്രുക്കളോട് പോലും എന്ത് തെറ്റ് ചെയ്തിട്ടാ